എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. ലൂക്കോസ് 24-ന്റെ 25-ഉം 26-ഉം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം പുതിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമുക്ക് വരവേൽക്കാം. കർത്താവായ യേശു ക്രിസ്തു ഉത്ഥാനത്തിന് ശേഷം ചേർന്ന് നടന്ന് ക്ലെയോപ്പാവിനെയും കൂടെയുള്ള ശിഷ്യനെയും വചനത്തിൽ ഉറപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ച ഈ വാക്യത്തിലൂടെ വ്യക്തമാകുന്നത്. വചന ശുശ്രൂഷയുടെ മാതൃകയും തുടക്കവുമൊക്കെ കർത്താവ് തൻ്റെ വാക്കുകളിലൂടെ പ്രദർശിപ്പിക്കുന്നു. അവരെ അല്പമൊന്ന് ശാസിക്കുന്ന വിധത്തിൽ ബുദ്ധിഹീനരെ അല്ലെങ്കിൽ മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നു. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അവരുടെ അജ്ഞത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. ക്രിസ്തീയ സഭയിൽ വചന ശുശ്രൂഷയുടെ ആരംഭം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. സഭയിൽ ആരാധനയുടെ അവിഭാജ്യ ഘടകമായി തീർന്ന വചന ശുശ്രൂഷയുടെ തുടക്കമെന്ന് മാത്രമല്ല, ഉത്തമ മാതൃകയും ഇതാണ്. വചന ശുശ്രൂഷയുടെ സാങ്കേതിക വശങ്ങളെപ്പറ്റിയും മറ്റുമൊക്കെ വളരെ പഠനങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തു നടത്തിയ ഈ പ്രബോധനം എല്ലാ കാലത്തേക്കുമുള്ള മാതൃകാപരമായ തുടക്കമാണ്. ഒന്നാമത്, ക്രിസ്തീയ പ്രബോധനത്തിൻ്റെ വിഷയം എന്തായിരിക്കണം? ഇന്നുള്ള പലരുടെയും പ്രസംഗം കണ്ടതും കേട്ടതുമൊക്കെ വിളിച്ചു പറയുന്ന രീതിയാണ്. പടാതി പറയുക എന്ന് വിശേഷിപ്പിച്ചിരുന്നത് തികച്ചും യുക്തമാണ്. നല്ല ഒരുക്കമോ പഠനമോ കൂടാതെ ഇങ്ങനെ വായിൽ തോന്നുന്നതൊക്കെ പറയുന്ന ശൈലി പിന്തുടരുന്ന ചില ആളുകളുണ്ട്. പ്രസംഗം അല്ലെങ്കിൽ അതിൻ്റെ വിഷയം മൗലികമായും യേശുക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ ദൃഢനിശ്ചയം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അദ്ദേഹം വീണ്ടും എഴുതുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിലാണ് ഇത് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ പ്രഭാഷണം യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതും കേൾവിക്കാരെ യേശുവിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. യേശുക്രിസ്തു തൻ്റെ 2 ശ്രോതാക്കൾക്കും വെളിപ്പെടുത്തി കൊടുത്തത് മശിഹായുടെ സഹനം, മരണം, ഉയിർപ്പ് എന്ന വിഷയങ്ങളാണ്. രണ്ടാമത്, ക്രിസ്തീയ പ്രബോധനം എപ്രകാരം നിർവഹിക്കണം എന്നതാണ് ചോദ്യം. അതിനും ഉത്തരം കർത്താവ് നൽകുന്നു. സ്വന്തം യുക്തിയോ ബുദ്ധിയോ സങ്കല്പങ്ങളോ അല്ല, ഭാവനാജന്യങ്ങളായ കാര്യങ്ങളോ അല്ല, തിരുവെഴുത്തുകളെ ആധാരമാക്കി വേണം ഇത് നടത്തേണ്ടത്. അതുകൊണ്ട് മറ്റ് മതഗ്രന്ഥങ്ങളോ തത്വചിന്തകളോ ഒന്നും വായിക്കരുതെന്നല്ല, അത് ഉപയോഗിക്കരുതെന്നും അർത്ഥമില്ല. ഭാഗികമായ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അവയിലൊക്കെ കണ്ടെന്ന് വരാം. എന്നാൽ അടിസ്ഥാനമായി നമ്മൾ അവലംബമാക്കാനുള്ളത് തിരുവെഴുത്തുകളാണ്. യേശുക്രിസ്തു ചെയ്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പഴയ നിയമത്തെ 3 ഭാഗങ്ങളായി പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന്, മോശയുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ തോറ. ആദ്യത്തെ 5 പുസ്തകങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്, പ്രവചനങ്ങൾ അല്ലെങ്കിൽ നിബീം. ചെറുതും വലുതുമായ എല്ലാ പ്രവചന പുസ്തകങ്ങളും ഈ ഗണത്തിലാണ് വരുന്നത്. മൂന്നാമത്, കൃതികൾ അല്ലെങ്കിൽ കിത്ബീം എന്ന് പറയും. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങൾ, പദ്യകൃതികൾ, ജ്ഞാനഗ്രന്ഥങ്ങൾ ഇവയൊക്കെ ഈ ഗണത്തിലാണ്.
കർത്താവ് ഈ 3 വിഭാഗങ്ങളെയും ആണ് അവരോട് പ്രസംഗിച്ചത്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ ഈ മാതൃക അപ്പോസ്തലന്മാർ പിന്തുടർന്നു. പൗലോസ് വചന ശുശ്രൂഷ എങ്ങനെ നിർവഹിച്ചു എന്നത് മുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പഴയ നിയമ കൃതികളിലെല്ലാം തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ പരാമർശമുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തു തന്നെ നമുക്ക് മാതൃകയായി തിരുവെഴുത്തുകളെ ഉദ്ധരിച്ചു എന്നതാണ്. മൂന്നാമത് വചന ശുശ്രൂഷയുടെ ഫലപ്രാപ്തിയാണ്. ഈ 2 പേരുടെയും വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അവൻ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? കർത്താവ് ദൈവവചനം സംസാരിച്ചപ്പോൾ 2 പേരുടെയും ഹൃദയം കത്തി ജ്വലിച്ചു. ദൈവവചനത്തിൻ്റെ മാസ്മര ശക്തിയാണ് ഇവിടെ കാണുന്നത്. അത് ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നതും ജ്വലിപ്പിക്കുന്നതുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പ്രചോദനത്തിലും വചനം സംസാരിക്കുമ്പോൾ അത് ഹൃദയങ്ങളിലേക്ക് ശക്തിയോടെ കടന്നെത്തും. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയെപ്പറ്റി പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ വനിതാ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു എന്ന രേഖപ്പെടുത്തലോടുകൂടിയാണ്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തലൻ ആത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചപ്പോൾ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടതായി അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പൊള്ളലുണ്ടാകണം, ഒരു ജ്വലനമുണ്ടാകണം. അതിനനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പങ്കുവയ്ക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഒരുപോലെ ഫലപ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ പറയുന്നവരും കേൾക്കുന്നവരും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ ബോധ്യത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ ചില ഹൃദയങ്ങളെ തുറക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവവചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. പുതിയ തീരുമാനമെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. ഒരു മടക്കയാത്രയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ച വേദഭാഗത്തെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വ്യക്തമായി അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവല്ലോ തിരുവെഴുത്തുകളിലൂടെ. അവിടുത്തെ നാവിലൂടെ ഞങ്ങൾ കേൾക്കുന്നത് പോലെ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ഗ്രഹിക്കാനും അത് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് തുറക്കണമേ. ദൈവവചനം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ജ്വലനമുണ്ടാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ദൈവവചനത്താലുള്ള ആശ്വാസവും ധൈര്യവും ഞങ്ങളുടെ ജീവിത വ്യാപാര ഇടങ്ങളിൽ ഞങ്ങളെ ഭരിക്കുവാനിടയാക്കണമേ. രാവിലെ മുതൽ സന്ധ്യാസമയം വരെയും വ്യത്യസ്തമായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലും ഞങ്ങൾ ഇടപെടുന്ന മേഖലകളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർക്കുവാൻ സംശയിച്ച് നിന്ന ചില ഇടങ്ങളിൽ യാത്രകളിൽ
ധൈര്യം പകർന്നത് കർത്താവിൻ്റെ സാന്നിധ്യമായിരുന്നു എന്ന തിരിച്ചറിവോടെ വളരെ പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ കൃപയും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.